ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന MDC കോഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു 7 കാറ്റഗറി ആയിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പീഡ്, ആക്യുറസി, ഇൻ്റലിജൻസ്, വേഴ്സറ്റിലിറ്റി, റിലയബിലിറ്റി, ഓട്ടോമേഷൻ, മെമ്മറി. ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ് ചെയ്യാൻ നമുക്ക് എടുക്കുക മൈക്രോ സെക്കൻഡ് ഓർ നാനോ സെക്കൻഡ് റേഞ്ചിലുള്ള സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതായത് ഒരു സെക്കൻഡിൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുക ഹ്യൂമണായിട്ട് നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടേഴ്സിന് ഓരോ കാൽക്കുലേഷൻസൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന കാറ്റഗറിൻ്റെ അകത്ത് പറയാനുള്ളത്. അടുത്തത് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും കമ്പ്യൂട്ടർ 100% ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. എപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന അൽഗോരിതം അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും കറക്റ്റ് ആണെങ്കിൽ 100% ആക്യുറസി തരുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ടാസ്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞു, എനിക്ക് വേറൊരു ടാസ്ക് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് സെയിം സിസ്റ്റം വീണ്ടും ഉപയോഗിക്കുകയാണ്. അങ്ങനെയൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ ഒരു ഹ്യൂമൺ ആണെങ്കിലോ ഒരു 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണമായിരിക്കും, പിന്നെ നമുക്ക് ടാസ്ക് പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. ഈ ഒരു കേസ് കമ്പ്യൂട്ടറിലില്ല. ഓക്കെ, അപ്പം ഹ്യൂമൻസ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് നമുക്ക് പല ടാസ്കുകൾ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേഴ്സറ്റിലിറ്റി. വേഴ്സറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് മാത്രമല്ല നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ ടാസ്കുകൾ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ബ്രൗസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ വീഡിയോ കാണാം, നമുക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാം, നമുക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് യൂസറിന് ഇഷ്ടമനുസരിച്ച് മൾട്ടിപ്പിൾ ടാസ്കുകൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അടുത്ത റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ആർഡർ ഞാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 4+3 എന്ന് പറയുന്ന ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, എനിക്ക് റിസൾട്ട് 7 തരണം. അപ്പോൾ ഞാനൊരു കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഞാനൊരു അഡീഷൻ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പെർഫോം ചെയ്തു, എനിക്ക് 7 കിട്ടി, 7 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. ഞാൻ 1 hour കഴിഞ്ഞിട്ട് വീണ്ടും സെയിം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് സെയിം റിസൾട്ട് കിട്ടണം അല്ലേ. അപ്പം ഇത് ഒരേ കണ്ടീഷൻ്റെ അകത്ത് ഒരേ റിസൾട്ട് തന്നെ തരികയാണെങ്കിൽ നമുക്കത് എന്തെന്ന് പറയാം, നമുക്ക് ഈ സിസ്റ്റം റിലയബിൾ ആണെന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഓരോ ടാസ്കുകളും. നമ്മളൊരു പർട്ടിക്കുലർ അൽഗോരിതം, ഒരു പ്രോഗ്രാം നമ്മളൊരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, ഒരേ റിസൾട്ടായിരിക്കും അത് തരിക. അല്ലാണ്ട് ഒരു സമയത്ത് ഒരു റിസൾട്ട്, പിറ്റേ ദിവസം വേറെ റിസൾട്ട്, അടുത്ത ഡേ വേറെ റിസൾട്ട്, ആ രീതിയിലായിരിക്കില്ല തരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത് ഹൈലി റിലയബിൾ ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അടുത്തത് ഓട്ടോമേഷൻ. നമുക്ക് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയസ് ഓട്ടോമേഷൻ ഓപ്പറേഷൻസൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്കൊരു വെതർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് ഡിഫറെൻറ്റ് ഇൻപുട്ടുകൾ പല സൈഡിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡിക്ഷൻ അൽഗോരിതത്തിൻ്റെ അകത്തേക്ക് ആ വാല്യൂസ് എല്ലാം കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇന്ന സമയത്ത് ഇപ്പം മഴ പെയ്യും, എത്രത്തോളം തീവ്രത ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രൊഡിക്ഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻ്റെ അകത്തൊക്കെ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് വൈഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ പല ടൈപ്പിലുള്ള മെമ്മറീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടി നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് നമ്മൾ മെമ്മറീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്കുകളുണ്ട്, CD ഡ്രൈവ് ഉണ്ട്, USB കളുണ്ട്,
പോർട്ടബിളായിട്ട് നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡാറ്റാസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ റാം, റോം, ക്യാഷ് എന്നൊക്കെ പറയുന്ന മെമ്മറീസ് വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് മെമ്മറി എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത്. ഇതും കമ്പ്യൂട്ടറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.